ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഒരനുഭവവും സാധ്യമല്ലെങ്കിൽ ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ആ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, അത് അതിനപ്പുറത്ത് ഇപ്പുറത്തോട്ട് കടന്നിട്ട് ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ശബ്ദമില്ലേ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണുന്നതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കഴിഞ്ഞിവിടെ ഒന്നുമില്ല. വസ്തുബോധം മാത്രം, അതിൽ കുറെ ശബ്ദങ്ങൾ. അതുകൊണ്ടാണ് നാരദൻ സനത്കുമാരന്റെ അടുത്ത് പോയി ഛാന്തോക്യോപനിഷത്തിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് നീ? അയ്യോ, ഞാൻ ഒരുപാട് പഠിച്ചു, ശാസ്ത്രമായി ഇതൊക്കെ നിരത്തിവെച്ചു. ഒടുവിൽ സനത്കുമാരൻ പറഞ്ഞത്, മടയാ, നീ ഇതേവരെ പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കൂടുതൽ നീ ഒന്നും പഠിച്ചില്ല, നിനക്ക് സത്യം പിടികിട്ടിയില്ല. സത്യം പിടികിട്ടാത്തിടത്തോളം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടെന്ന് പറയുന്ന കണ്ടുപിടുത്തങ്ങൾ പോലും കുറെ ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ രൂപാന്തരം, രൂപം ഉണ്ടാക്കി, രൂപത്തിന് വീണ്ടും ശബ്ദം, രൂപം മാറുമ്പോൾ അതിന് വേറൊരു ശബ്ദം. പക്ഷെ ആ ശബ്ദം ഉച്ചരിക്കാതെ ആദ്യമുള്ള ശബ്ദമായതുകൊണ്ട് ഒരു രൂപവും അനുഭവപ്പെടില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കി, കമ്പ്യൂട്ടറൊന്ന് ഉച്ചരിക്കാതെ കമ്പ്യൂട്ടറിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഞാൻ കമ്പ്യൂട്ടറൊന്നും ഉച്ചരിക്കുന്നില്ല, എന്റെ മുമ്പ് കമ്പ്യൂട്ടർ ഇരിക്കുകയാണ്, വലിയ ഗംഭീരം, അതിനകത്തെല്ലാം ഉണ്ട്. എന്തോന്നുണ്ട്, കുറെ ശബ്ദമുണ്ടല്ല, എന്തുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറൊന്നും ഉച്ചരിക്കുന്നില്ല. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഭാഷയിൽ ഏതെങ്കിലും പേര് ഉച്ചരിക്കാതെ കമ്പ്യൂട്ടറിനെ അനുഭവിക്കാൻ പറ്റുമോ? അതൊക്കെ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനിങ്ങനെ നാനാതരം ലോകങ്ങൾ? ഒരേ സ്ഥലത്ത് ഇവിടെ ഉണ്ട് പല ലോകങ്ങൾ, പിന്നെയാണോ അതിന് വേറൊരു പരലോകം? അപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ട് ആർക്കും ഒരു നിശ്ചയമില്ല. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, ഇവിടെയൊക്കെ എന്തൊക്കെയാ ഉള്ളത്? പലരും വലിയ ഗംഭീരമായിട്ട് സ്വർഗമുണ്ടോ സാർ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? ഇവിടെ അന്ധവിശ്വാസമല്ലാതെ വേറെ എന്ത് വിശ്വാസമുള്ളത്? വിശ്വാസമൊക്കെ അന്ധമാണ്, വസ്തു അന്ധമല്ല. അതെവിടെയും സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്നു. അതിൽ ബാക്കി ഉണ്ടാക്കുന്നതൊക്കെ സങ്കല്പം കൊണ്ടുണ്ടാക്കുന്ന അന്ധത. അതെന്തുകൊണ്ട്? അതിനാണ് ഉത്തരം 53-ാം ശ്ലോകം. ഇതിലും ആദിമശക്തി മായ. ഭാഗവതം പറയും, സർവത്ര നിറഞ്ഞ് ആനന്ദരൂപമായ ആയി നിൽക്കുന്ന, അനുഭവരൂപമായി നിൽക്കുന്ന വസ്തുവിൽ മായയെ അംഗീകരിക്കാതെ യാതൊരു കാഴ്ചയും വിവരിക്കാൻ ഒക്കില്ല. എങ്ങനെ ഈ കാഴ്ച ഉണ്ടായി? അതിൽ ഒരിക്കലും സാധ്യമല്ല. ശബ്ദം, ധ്വനി തന്നെ എങ്ങനെ ഉണ്ടായി? നിശ്ചലമായ വസ്തുവിൽ ഒരു മായ എന്ന് വെച്ചാൽ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നു. മരുഭൂമിയിൽ വെള്ളം കാണും പോലെ ഇത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ അപ്ലൈ ചെയ്തുകൊള്ളുക. അതാണ് വാസിഷ്ഠവും മറ്റും പറയുന്നത്. അല്ല, രാമ, സത്യം അറിഞ്ഞവർക്ക് തൃണം ത്രിഭുവനം രാമ, ഈ ത്രിഭുവനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വെറും ഒരു പുല്ല് പോലെ നിസ്സാരം, ഒന്നുമില്ല. ശബ്ദം ഇതെങ്ങനെ? മായ എന്നല്ലാതെ മറ്റൊരുത്തരവുമില്ല. നനു മായാമൃതേ രാജൻ പരസ്യ അനുഭവാത്മനഃ നഖടയർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരി വഞ്ചസ. ഭാഗവതത്തിലെ ശ്ലോകമാണ്. അല്ലയോ രാജാവേ, മായാമൃതയെ, മായയെ അംഗീകരിക്കാതെ പരസ്യ അനുഭവാത്മനഃ, ആനന്ദം അനുഭവിച്ച് വിളങ്ങുന്ന ആ പരന്, പരമാത്മാവിന് നഖടയർത്ഥസംബന്ധ, ഒരു വസ്തുവുമായും ഒരു പദാർത്ഥവുമായും ബന്ധം യോജിപ്പിക്കാൻ സാധ്യമേ അല്ല. ഇതുപോലെ സ്വപ്നം എന്ന പോലെ നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ? എങ്ങനെയാ സ്വപ്നം? വെറും മായ, നിദ്രാശക്തി, അജ്ഞാനശക്തി
സ്വപ്നത്തെ ഉണ്ടാക്കുന്നു. എങ്ങനെയാ സ്വപ്നം ഉണ്ടായത്? ദേശകാലങ്ങൾ തികച്ചു ഇനി പറയാൻ പോകുന്നു. നമുക്കവിടെ അത് കുറച്ചുകൂടെ വിസ്തരിക്കാം. സ്വപ്നവും ജാഗ്രതവും ഒക്കെ തുല്യം. അപ്പോൾ ഇത് സ്വപ്നം എങ്ങനെ ഉണ്ടാകുന്നു? വെറും ഇന്ദ്രജാലം. ഇന്ദ്രജാലം എന്തിനൊക്കെ പറയുന്നു? ഗംഭീരമായിട്ട് ജീവിക്കുക, ഇതിലൊന്നും കയറി പറ്റിപ്പിടിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് എന്റേത്, എന്റെ ശരീരം, എന്റെ കുടുംബം, ആ ഉറപ്പിക്കലൊന്നും കൂടാതെ ശരീരത്തിന് ചെയ്യാവുന്ന ചികിത്സയൊക്കെ ചെയ്യുക, കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, അഹോ നാടകം എന്നുറപ്പിച്ചോളുക, ഭംഗിയായിട്ട് ചെയ്ത് വേഷം അഴിച്ചു വെച്ച് ഇവിടുന്ന് യാത്രയാവുക. പറ്റിപ്പിടിക്കലാണ് ദുഃഖത്തിന് മുഴുവൻ കാരണം. ഇല്ലാത്തതിൽ കയറി പറ്റിപ്പിടിക്കൽ, സംഘം. അതിനാണ് ഈ വേദാന്തം സംഘം അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഇല്ലാത്തതിൽ എന്തിനീ അറ്റാച്ച്മെന്റ്? എല്ലാ കർമ്മവും അനുഷ്ഠിച്ചോളൂ. ഇത് വെറും ഇന്ദ്രജാലമാണ്. ഇന്ദ്രജാലം ഇതനുഭവിച്ച ഋഷിമാർക്കും മറ്റും ഈ പരമാത്മശക്തി പകർന്നു കിട്ടുന്നത് കൊണ്ട് വെറും സങ്കല്പം കൊണ്ട് ചെറിയൊരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചു കാണിക്കാൻ കഴിയും എന്നാണ് വേദാന്തം പറയുന്നത്. വിശ്വാമിത്രാദയ പൂർവേ പരിപക്വസമാധയ ഉപാദാന ഉപകരണ പ്രയോജന വിവർജിതാ സ്വേച്ഛയാ സസൃജു സർഗം സ്വർഗം സർവഭോഗോപബൃംഹിതം. പണ്ട് ത്രിശങ്കു എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു സൂര്യവംശത്തിൽ. അദ്ദേഹത്തിന് ജീവനോടെ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹം തോന്നി. വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ചു. അദ്ദേഹം ഇയാളെ സ്വർഗത്തേക്ക് അയച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോ ഇപ്പോൾ ഉള്ള ഒരു സ്വർഗം അതെവിടെയാണെന്നൊന്നും ചോദിക്കരുത്. ത്രിശങ്കു അവിടെ എത്തിയപ്പോ ദേവന്മാരൊക്കെ കൂടെ അയാളെ തിരിച്ച് താഴോട്ട് തള്ളി. ഇവിടെ ഒക്കില്ല, ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല. വിശ്വാമിത്രന് ദേഷ്യം തോന്നി. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? സ്വർഗത്തിനും ഭൂമിക്കുമിടയ്ക്ക് ത്രിശങ്കുവിനു വേണ്ടി ഒരു പുതിയ സ്വർഗം വെറും സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു കൊടുത്തു എന്നാണ്. വിശ്വാമിത്രാദയ പൂർവേ പരിപക്വ സമാധയ. ആ സമാധി അനുഭവമൊക്കെ നല്ല പാകപ്പെട്ട വിശ്വാമിത്രൻ തുടങ്ങിയ ഋഷിമാർ ഉപാദാന ഉപകരണ പ്രയോജന വിവർജിത. അവർക്ക് റോ മെറ്റീരിയൽസ് വേണ്ട, ഉപകരണങ്ങളൊന്നും വേണ്ട, അവർക്ക് ഈ സ്വർഗത്തിന്റെ ആവശ്യമില്ല. ഉപാദാന ഉപകരണ പ്രയോജന വിവർജിത സ്വേച്ഛയാ സസൃജു സ്വർഗമുണ്ടാകട്ടെ എന്ന് നിശ്ചയിച്ചു. ത്രിശങ്കുവിന് വേണ്ടി ഒരു സ്വർഗമുണ്ടാകട്ടെ. സ്വർഗമുണ്ടായി. ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ സാർ? പിന്നെ ഇവിടെ കാണുന്നതൊക്കെ ശരിയായ വിശ്വാസമാണോ? ഇവിടെ ഭൂലോകം കാണുന്നു, ഇതിപ്പരം ഒരു അന്ധവിശ്വാസം ഒന്നുമില്ലേ? ജനിച്ചപ്പോൾ കാണാൻ തുടങ്ങി, ഇപ്പം മരിക്കുമ്പോൾ എല്ലാം തീരും. ഈ ഭൂലോകം അന്ധവിശ്വാസമല്ല. പിന്നെന്താ? ഈ ഭൂലോകം ഉണ്ടെന്ന് കരുതുന്നെങ്കിൽ അങ്ങേയറ്റത്തെ അന്ധവിശ്വാസം. ഈ നെയ്യൂർ ഉള്ള ഹോസ്പിറ്റലിൽ ഒരു ജർമ്മൻ ഡോക്ടർ സാമർവെൽ, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, പണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹോബി ഹിമാലയത്തിൽ സഞ്ചരിക്കുക എന്നതായിരുന്നു. ഇവിടെ ജോലി ഇല്ലാതിരിക്കുമ്പോൾ അവധിയെടുത്തുകൊണ്ട് ഹിമാലയത്തിൽ സഞ്ചരിക്കുക. ചില മലയാളികളും ജർമ്മന്മാരും ഒക്കെ കാര്യമൊക്കെ അദ്ദേഹത്തെ അനുകരിക്കും. അദ്ദേഹം തന്റെ 2 ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. ഹിമാലയ പര്യടനത്തെക്കുറിച്ച് 2ാം ഭാഗത്തിൽ പറയുന്നുണ്ട്. 2 ജർമ്മൻകാരും 2 മലയാളികളും ആയിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ഒരു താഴ്വരയിലെത്തി. 2-3 മണി കഴിഞ്ഞു. നല്ല വിശപ്പുമുണ്ട്. ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ അസ്ഥിപഞ്ജരം പോലെ ഒരു മനുഷ്യൻ, താപസനാണ് എന്ന് തോന്നി. വെറും ഇലകളൊക്കെ കൊണ്ട് ഒരു പൊരയൊക്കെ ഉണ്ടാക്കി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരെ നോക്കിയിട്ട് ചോദിച്ചാൽ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ? അവർ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്. ശരി, കണ്ണടച്ചോളെ. കണ്ണടച്ചു. സ്വല്പം കഴിഞ്ഞ് കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഇത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സെക്കൻഡ് വാള്യത്തിൽ എവിടെയെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ കണ്ടെടുത്ത് വായിക്കുക. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ ജർമ്മൻകാർക്ക് നല്ല നോൺ വെജിറ്റേറിയൻ മീൽസ്, കത്തി, മുള്ള ഒക്കെ ശരിപ്പെടുത്തിയിരിക്കുന്നു. മലയാളികൾക്ക് പ്രഥമൻ ഉൾപ്പെടെ ഗംഭീര സദ്യ കഴിച്ചു. നമുക്ക് തോന്നുന്നത് ഇദ്ദേഹം എന്താ പിന്നെ ഇങ്ങനെ അസ്ഥിപഞ്ജരമായിട്ടിരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഇതൊക്കെ കഴിച്ചു കുറച്ച് മാംസമൊക്കെ വെച്ചൂടെ? അതാണ് ഉപാദാന ഉപകരണ പ്രയോജന വിവരം. അവർക്കിതൊന്നും ആവശ്യമില്ല. പരിപക്വ സമാധികൾ, ഈ എല്ലും തോലും ഒന്നുമല്ല അവര് ഖനീഭവിച്ച ആനന്ദമായി അവിടെ ഇരിക്കുകയാണ്. ഖനീഭവിച്ച ആനന്ദം. അവർക്കിനി എന്തിനാ പാൽപായസം? അവർ കഴിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷീണമുണ്ടല്ലേ, ശരി കണ്ണടച്ചോളൻ. കണ്ണടച്ചു. കണ്ണ് തുറന്നപ്പോൾ താഴ്വരയിൽ നല്ല തണലുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം അന്വേഷിച്ച് വായിച്ച് നോക്കുക. ഡോക്ടർ സാമർവെൽ വളരെ പ്രസിദ്ധനായിരുന്നു. നെയ്യൂർ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു, ജർമ്മൻ. അപ്പോൾ ഇതെങ്ങനെ ആദ്യമൊക്കെ തോന്നും നമുക്കിത് വെറും അന്ധവിശ്വാസം. ഞാൻ പണ്ട് എഴുത്തച്ഛന്റെ രാമായണം വായിക്കും. എഴുത്തച്ഛന്റെ രാമായണം വായിക്കുമ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ ഭരതൻ രാമനെ കാണാൻ പോവുകയാണ് ചിത്രകൂടത്തിൽ. ആ പോകുന്ന വഴിക്ക് ഭരദ്വാജ ആശ്രമത്തിലെത്തി എടുത്ത് വായിച്ചു നോക്കുക. അന്ന് ഭരതന്റെ സൈന്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ അതാത് മനുഷ്യന് അതാത് രീതിയിൽ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും സകല സുഖസാമഗ്രികളും ഭരതന് പ്രത്യേകം, അമ്മമാർക്ക് പ്രത്യേകം ഒക്കെ ഭരദ്വാജൻ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ലേ? വെറുതെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എഴുതി വെക്കുമോ? എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കഴിയും എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നത്. വിവേകാനന്ദ സ്വാമി, വിവേകാനന്ദ ലിറ്ററേച്ചർ അവസാനത്തെ വഴിയും മറ്റും വായിച്ചു നോക്കുക. ഗുരുവും ശിഷ്യനും വിവേകാനന്ദ സ്വാമിയോടൊരു മജിഷ്യന് പനി വന്നു നോക്കുമ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എന്നെ ഒന്ന് തൊട്ടാൽ എന്റെ പനി പോവും. സ്വാമി പറഞ്ഞു, എനിക്ക് നിശ്ചയമില്ല, ഞാൻ തൊട്ടാൽ പനി പോകുന്നൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ വേണമെങ്കിൽ തൊടാം. പനി പോയാൽ നീ നിന്റെ മാജിക് എനിക്ക് കാണിച്ചു തരണം. അത് സമ്മതിച്ചു. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി തൊട്ടു, പനി പോയി. എന്നാൽ സ്വാമി നാളെ വീട്ടിലൊന്ന് വരണം. പിറ്റേ ദിവസം സ്വാമി ഒരു ശിഷ്യനും കൂടെ അവിടെ ചെന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, സ്വാമിക്ക് എന്താ ആവശ്യം? എനിക്ക് ഈ മെഡിറ്ററേനിയൻ റീജിയൻസിലുള്ള നല്ല കുറച്ച് പഴങ്ങൾ, ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടിയാൽ കൊള്ളാം, വേറെ വലുതായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. അയാളൊരു തോർത്തെടുത്ത് തറയിൽ വിരിച്ചു. അല്പനേരം മൗനമവലംബിച്ചിരുന്നു. ആ തോർത്തം കൊണ്ട് മാറ്റിയപ്പോൾ 2 കുട്ടം നിറയെ ഒന്നന്തരം പഴം. അപ്പം പറിച്ചെടുത്തത് കറ മാറിയിട്ടില്ല. സ്വാമിക്ക് കൊടുത്തു. സ്വാമിയും ശിഷ്യനും നിറയെ ഭക്ഷിച്ചു. ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഇതെങ്ങനെയാ സ്വാമി? എടാ, ഇതാണ് മനസ്സിന്റെ ശക്തി. ഇതാർക്കും ശീലിച്ച മനസ്സിനെ ആ ഒരു പോയിന്റിൽ, കോൺസെൻട്രേഷന്റെ പോയിന്റിൽ എത്തിയാൽ ഈ ഇന്ദ്രജാലം നടപ്പാക്കാൻ കഴിയും. ഇന്ദ്രജാലം, മാജിക്. ആ ഇന്ദ്രജാലികന്മാർ കേരളത്തിൽ തന്നെ വാഴക്കുന്നം പോലുള്ള ഇന്ദ്രജാലികന്മാരുടെ കഥ പ്രസിദ്ധമല്ലേ? പ്രസിദ്ധം. വാഴക്കുന്ന ഒരിക്കൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് കോട്ടയ്ക്കകത്ത് നിന്ന് മഹാരാജാവിനെ കണ്ടു. എന്നോട് പറഞ്ഞാണേ, ഞാൻ നേരിട്ട് കണ്ടതൊന്നുമല്ല. അപ്പോ മഹാരാജാവ് പറഞ്ഞു, നിങ്ങളുടെ ഇന്ദ്രജാലം ഒന്ന് കണ്ടാൽ കൊള്ളാമല്ലോ, അത് കാണിച്ചു തരാമല്ലോ സ്വാമി, തിരുമേനി സൗകര്യം പോലെ കാണിച്ചു തരാം എന്നവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു വലിയ മഴക്കാറ് മഴയും കൊണ്ട് തോരാതെ പെയ്തു. പത്മതീർത്ഥം മുഴുവൻ വെള്ളം കവിഞ്ഞു. എന്തിന്? കൊട്ടാരത്തിനകത്ത് വെള്ളം കയറി. കൊട്ടാരത്തിനകം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. രാജാവും ഒക്കെ ആകെ കൂടി പരിഭ്രാന്തരായി. ഇദ്ദേഹമുണ്ട്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി നമുക്കിപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടണമല്ലോ. ഉടനെ ഒരു വള്ളം കൊണ്ടുവന്നു ഒരാള്. ആ വള്ളത്തിൽ കയറി അവർ രണ്ടുപേരും ഇങ്ങനെ കുറെ ദൂരമൊക്കെ ചുറ്റി സഞ്ചരിച്ചു. കുറെ നേരം കഴിഞ്ഞു, മഴ തോർന്നു. ചുരുക്കത്തിൽ മഹാരാജാവും തിരുമേനി ഇരുന്ന മുറിയിലിരിക്കുന്നു. ഇരുന്ന മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വെള്ളവും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ പല കഥകൾ കേൾക്കാനുണ്ട്. ഇതൊക്കെ വെറും കള്ളമാണ്. വാഴക്കുന്നവൻ എന്തായാലും കേരളത്തിൽ വളരെ പ്രസിദ്ധനായിരുന്ന മജിഷ്യനാണ്. പഴവങ്ങാടിയിൽ ഒന്നൊരിക്കൽ യുദ്ധം പോലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ഈ ഇന്ദ്രജാലത്തിലേക്കൊന്നും നമുക്ക് കടക്കണ്ട. ഇത് കണ്ടിട്ട് വേണോ ഈശ്വരന്റെ മഹിമ തീരുമാനിക്കാൻ? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എങ്ങനെ? ഉത്തരം പറയാമോ? വെറും ഇന്ദ്രജാലം സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. സങ്കല്പം കൊണ്ട് ശുഗനും സത്യം പിടികിട്ടി. ശുഗൻ അച്ഛന്റെ അടുത്ത് ചെന്നു, വ്യാസന്റെ, എനിക്ക് സത്യം മനസ്സിലായി പിതാവേ. എന്താണോ മനസ്സിലായ സത്യം? യഥായം സ്വവികൽപ്പോത്ഥ സ്വവികൽപ്പപരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധസംസാരോ നിസ്സാരൈതി നിശ്ചയ. പിതാവേ, ഈ ജഗത്ത് ഓരോരുത്തന്റെയും പ്രത്യേക പ്രത്യേക സങ്കല്പമനുസരിച്ചുണ്ടെന്ന് തോന്നുന്നതാണ്. ആ എന്താ തെളിവ്? സങ്കല്പം മാറിയാൽ നിസ്സാരമായ ഈ സംസാരം പിന്നെ ശേഷിക്കുകയില്ല. ആർക്കു വേണോ അനുഭവിച്ചു നോക്കാം. യഥായം സ്വവികൽപ്പോത്ഥ, സ്വന്തം വിവിധ സങ്കല്പങ്ങൾ. ഇത് മേശ, ഇത് കസേര, അത് മനുഷ്യൻ അവനവനിലുള്ള ഉപകരണങ്ങൾ അനുസരിച്ച് സങ്കല്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർക്കൊക്കെ ഏതാണ്ട് തുല്യം. മറ്റുള്ളവർക്ക്, മറ്റുള്ള ജന്തുക്കൾക്ക് മറ്റും വേറെ തരത്തിൽ. നേരത്തെ പറഞ്ഞ ഫിസിക്സ് തുടങ്ങിയ ശാസ്ത്രം പഠിച്ചവർക്ക് അവർക്കൊരു തരത്തിൽ. ഒരു ബ്രഹ്മനിഷ്ഠനും ഈ സങ്കല്പമൊക്കെ വിട്ടിട്ട് സമയെ ആശ്രയിച്ച് സർവം ബ്രഹ്മമയം, അദ്ദേഹത്തിന് ബ്രഹ്മം മാത്രം. ഈ ജഗത്ത്, ഈ ഭൂമിയിൽ കാണുന്ന ഈ ജഗത്ത് ഒരു ബ്രഹ്മനിഷ്ഠന് ബ്രഹ്മം മാത്രം. എത്ര പേര് പറയുന്നു, അത് നമുക്ക് അവിശ്വസിക്കാൻ പറ്റുമോ? തപോവനസ്വാമികൾ പറയുന്നു, ഇവിടെയൊക്കെ ബ്രഹ്മത്തെ അല്ലാതെ ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. എന്താ? അവരുടെ ചിത്തം, അവരുടെ ഉപകരണം ബ്രഹ്മമയമായി തീർന്നു. അവർ പുറത്ത് ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ പിതാവെ, വികല്പം ഓരോരുത്തരും അവരവരുടെ സങ്കല്പം വെച്ച മായ, ഇന്ദ്രജാലം. സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഇന്ദ്രജാലം. ഒരു ഐന്ദ്രജാലികനും അങ്ങനെയാണ്. സങ്കല്പം അങ്ങോട്ട് ഉറപ്പിച്ചു. വളരെയധികം പ്രയത്നിച്ച് സങ്കല്പം ഉറപ്പിച്ചപ്പോൾ അയാൾ സങ്കല്പിക്കുന്നത് മറ്റുള്ളവർ കാണുന്നു. അത്രയേ ഉള്ളൂ. അവിടെ അച്ഛൻ പറഞ്ഞു ശുഗനോട്, നീ കണ്ടതാണ് ശരി, ഇതിനപ്പുറത്ത് ഇവിടെ ഒന്നുമില്ല. നിനക്ക് സംശയമുണ്ടെങ്കിൽ മിഥിലാരാജ്യത്ത് പോയി ജനക ചക്രവർത്തിയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കൂ. ശുഗൻ അവിടെ പോയി ചോദിക്കാനായിട്ട് ആ കഥയൊക്കെ അറിയാമല്ലോ. ശുഗന്റെ സമനില പരിശോധിക്കാൻ ജനകൻ ചില ഏർപ്പാടുകളൊക്കെ ചെയ്തു. അവിടെ ചെന്നപ്പോ ആദ്യം കാവൽക്കാരോട് പറഞ്ഞു, ആ ഗേറ്റിന്റെ അവിടെ പിടിച്ചിരുത്തു അയാളെ. ആ ഗേറ്റിന്റെ അവിടെ ഇരുന്നു ഒരാഴ്ച. തന്റെ മാനസിക നിലയ്ക്ക് ഒരു മാറ്റവുമില്ല. ചെന്നതുപോലെ മുഖകാന്തി, പുഞ്ചിരി. അപ്പോൾ ജനകൻ ഭൃത്യന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ച് അകത്ത് മുറ്റത്തിരുത്തു. അദ്ദേഹത്തെ വിളിച്ച് മുറ്റത്തിരുത്തി 7 ദിവസം അവിടെ ഇരുന്നു. വന്ന ആ മുഖഭാവം, അസാധാരണമായ പുഞ്ചിരി, തൃപ്തി. അപ്പൊ ജനകൻ തന്നെ ഇറങ്ങി വന്നു. അയ്യോ, ഇത് അങ്ങ് വ്യാസപുത്രനായ ശുഗനല്ലേ? ഈ കൊട്ടാരമൊക്കെ അങ്ങയുടെ വകയല്ലേ? അങ്ങെന്തിനാണ് ഈ മുറ്റത്തിരിക്കുന്നത്? ശുഗനെ നേരെ അകത്ത് പിടിച്ചുകൊണ്ടുപോയി ഒന്നന്തരം പട്ടുമെത്ത പരിചരിക്കാൻ നിരവധി ആളുകൾ, സകല വിഭവങ്ങളും ഇഷ്ടമുള്ളതെടുത്ത് ഭുജിച്ചോളൂ. ഇത് അങ്ങയുടെ കൊട്ടാരം, ഇവിടെ അങ്ങേ തടയാൻ ആരുമില്ല
ശുഗൻ പട്ടുമെത്ത വേണ്ടതൊന്നും പറഞ്ഞില്ല, കിടന്നു. അത്യാവശ്യമുള്ളതൊക്കെ അനുഭവിച്ചു. പക്ഷെ പഴയ മനോഭാവം, പുതിയൊരു ആഹ്ലാദമോ ഒന്നുമില്ല. പഴയ മുഖകാന്തി. ഒരു 7 ദിവസം കഴിഞ്ഞു. അപ്പോൾ വന്ന് ചോദിച്ചു, ജനകൻ ചോദിച്ചു, അങ്ങ് മനസ്സിലാക്കിയ സത്യം എന്താ? ഈ ശ്ലോകം പറഞ്ഞു, യഥായം സ്വവികൽപ്പോത്ഥ സ്വവികൽപ്പ പരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധ സംസാരോ നിസ്സാര. ജനകൻ പറഞ്ഞു, ഇനി അങ്ങേക്ക് ഒന്നും മനസ്സിലാക്കാനില്ല, പൊയ്ക്കോളൂ. സർട്ടിഫിക്കറ്റ് കൊടുത്തു. ബ്രഹ്മനിഷ്ഠനാണ്, ഇത്രയൊക്കെ ഉള്ളൂ ബ്രഹ്മനിഷ്ഠ. പറ്റുമെങ്കിൽ നേടുക. എളുപ്പവിദ്യ ഉണ്ട്, എളുപ്പവിദ്യ. വിവിധ സങ്കല്പങ്ങൾ പോണം. അതിനാണല്ലോ ഗുരുദേവൻ പറഞ്ഞത്, വളരെ എളുപ്പവിദ്യ. സമയെ സമാശ്രയിക്കൂ. ഈ അറിവിൽ ഏതാണ്ട് ഈ പറയുന്ന ആദിശക്തി 2 തരത്തിലുണ്ട്. ഇതിലും ആദിമശക്തി ഇങ്ങു കാണുന്നിതു സകലം പെറും. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രസവിക്കുന്ന ആദിബീജമാകും ആദ്യത്തെ വിത്ത് ഈ ശക്തിയാണ്, മായ. ഇത് മനസ്സിലാക്കി മതിയതിലാക്കി ഈ രഹസ്യം മനസ്സിലാക്കണം. ഇതൊരു ഇന്ദ്രജാലമാണ്. ഇതല്ലാതെ ആ ജഗതീശ്വരൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിലെ മായ. ഇത് മനസ്സിലാക്കി മതിയതിലാക്കി മറന്നിടാതെ ഒരിക്കലും മറക്കരുത്. ഇത് ഇന്ദ്രജാലമാണ് എന്നുള്ള കാര്യം വസ്തുവിടെ ഒന്നേ ഉള്ളൂ. ആനന്ദഘനമായ ബോധം, ബ്രഹ്മം. രണ്ടാമതാണ് പോലും ഒന്നുമില്ല. പലത് കാണുന്നത് വെറും ഇന്ദ്രജാലം എന്ന കാര്യം മതിയതിലാക്കി നല്ലവണ്ണം മനനം ചെയ്തുറപ്പിച്ച് മറന്നിടാതെ മായാമതി അറിവാൻ. മായാമതിയാണ് പലതുണ്ടെന്ന തോന്നൽ. മായ ഇന്ദ്രജാല ബുദ്ധി കൊണ്ട് തോന്നുന്ന കാഴ്ച ഇല്ലാതാവാൻ, മായാമതി അറിവാൻ മനനം തുടർന്നിടണം. ഇത് മായയാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, പലതുണ്ടാകാനേ സാധ്യമല്ല എന്ന മനനം, വിചാരം തുടരണം. നേരം വെളുത്ത് എണീറ്റാൽ ഈ ചിന്തയോടുകൂടി എണീക്കണം. അടുക്കളയിലായാലും ശരി, ഓഫീസിലായാലും ശരി, ഒക്കെ ഒരു നേരം ഒക്കെ വെറും ഇന്ദ്രജാലം. നമ്മുടെയൊക്കെ ജീവിതം വെറും ഇന്ദ്രജാലം. വസ്തുവിടെ ബ്രഹ്മം മാത്രം. കാണുന്നതൊക്കെ അതാണ്. സമയെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ മായാമതി അറിവാൻ, മായാമതി പലതുണ്ടെന്ന് തോന്നൽ, അതില്ലാതാവാൻ രാപകൽ മനനം. വിശേഷിച്ച് മനനമൊന്നുമില്ല. ഇത് ഇന്ദ്രജാലമാണ്. കാണുന്നതൊക്കെ ബ്രഹ്മം, മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന മനനം മറന്നിടാതെ. അത് ഗുരുദേവൻ തന്നെ പറയുന്നുണ്ടോ, മറക്കാതെ മതിയതിലാക്കി മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടണം. വിചാരം, വ്യക്തമായ സത്യവിചാരം. അല്ലാതെ വെറും കണ്ണുമടച്ച് അത് ചെയ്തു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഒരു കർമ്മം കൊണ്ടും ഇത് കിട്ടില്ല. ഇത് ഗംഭീരമായ ശാസ്ത്രസത്യമാണ്. ശാസ്ത്രസത്യം യുക്തിയുക്തം മനനം ചെയ്തുറപ്പിച്ചാലേ പറ്റൂ. എന്താ ഇവിടെ യുക്തി? ഉള്ളതൊന്നേ ഉള്ളൂ, ബോധം. അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല. പലത് കാണുന്നതിന് യാതൊരു യുക്തിയുമില്ല. ഇതെങ്ങനെ, എവിടെ, എപ്പോൾ, എന്തിന്? ലോകത്തൊരു ചിന്തകനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് നേടാനുള്ളത് ഇത് മാത്രം. ഈ കർമ്മമൊന്നും നമുക്ക് അന്തിമമായി നേടാനുള്ളതല്ല. എത്ര ഗംഭീരമായ കർമ്മം ചെയ്ത് സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കിയാൽ പോലും സൗകര്യം കിട്ടുമെങ്കിൽ പിടിച്ചടക്കിക്കൊള്ളുക, ഒന്നും വേണ്ടെന്ന് നോക്കണ്ട. പക്ഷെ അപ്പോഴൊക്കെ വെറും ഇന്ദ്രജാലം ഒന്നേ ഉള്ളൂ എന്നുറപ്പുണ്ടെങ്കിൽ അലക്സാണ്ടറും ഇവരൊക്കെ പിടിച്ചടക്കി, ഹിറ്റ്ലർ വരെ പിടിച്ചടക്കി. എന്നിട്ട് ഒടുവിൽ എന്താ ഹിറ്റ്ലർ എന്താ ചെയ്തത്? ഒക്കെ പിടിച്ചടക്കി വന്നപ്പോ അത് നിവർത്തിയില്ല. സ്വന്തം കൈ തോക്കെടുത്ത് വായ്ക്കകത്ത് വെച്ച് വെടിവെച്ച് മരിച്ചു. ഇത്രയേ ഉള്ളൂ. അത് വേണ്ട, നല്ല സന്തോഷമായിട്ട്
സാമ്രാജ്യം തന്നെ ജനകനെയോ ഋഷഭന് പറ്റുമെങ്കിൽ, പറ്റില്ലെങ്കിൽ അതിന് പോണ്ട, ഉള്ളതൊക്കെ മതി. സന്തോഷമായിട്ട് ജീവിക്കുക. കുടിലാണെങ്കിൽ കുടിലിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അതിനെന്താ? ഒരൊറ്റ മാർഗം, സമയെ ആശ്രയിച്ചുകൊണ്ട് സകലത്തിലും ബ്രഹ്മത്തെ, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം എന്നെന്തിലും ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ മനസ്സിൽ ഏകചിന്ത, അതുറച്ചാൽ പുറത്തും അത് തന്നെ കാണും. മനസ്സിൽ വിവിധ സങ്കല്പങ്ങളില്ലയോ പുറത്ത് പലത് കാണില്ല. ശീലിച്ചു നോക്കുക. മനസ്സിൽ ഒരു സങ്കല്പമേ ഉള്ളോ ആ സങ്കല്പത്തിലുള്ള വസ്തു തന്നെ പുറത്ത് കാണും. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, ഇല്ലാത്ത മായാദൃശ്യങ്ങൾ പോലും നിങ്ങൾ സങ്കല്പിച്ചനുഭവിക്കുന്നു. അപ്പോൾ ഉള്ള സത്യം ഗാഠമായി സങ്കല്പിച്ചാൽ അനുഭവപ്പെടാതെ ഇരിക്കുമോ? അതുകൊണ്ട് കൃത്രിമമായിട്ടെങ്കിലും ഉള്ളത് സങ്കല്പിക്കൂ, ഇല്ലാത്തത് സങ്കല്പിക്കാതിരിക്കൂ. ഇതാണ് നമ്മുടെ ആചാര്യന്മാരുടെ നിർദ്ദേശം. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ ഉണ്ടാക്കി തരട്ടെ. നമസ്കാരം.